എന്തിനായിരുന്നു റസൂലുള്ള സൗദാ ബീവിയെ തന്നെ വിവാഹം ചെയ്തത്? സൗദാ ബീവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവര് വിധവയായിരുന്നു, ഭർത്താവ് മരിച്ച സ്ത്രീയായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ഭർത്താവിൽ നിന്ന് ഒരു കുട്ടിയുണ്ട് അവർക്ക്. മാത്രമല്ല അവരെ കുറിച്ച് ഹദീസിൽ വരുന്നത് ലഹ്മതൻ സബീതൻ എന്ന, അവർ അത്യാവശ്യം ശരീരവണ്ണവും തടിയും ഒക്കെ ഉള്ള, സൗന്ദര്യത്തിൽ ഖദീജ ബീവിയെ വെച്ച് നോക്കുമ്പോൾ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു സൗദാ റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ നാട്ടിൽ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം, അതിനുള്ള കഴിവും പ്രാപ്തിയും ശേഷിയും ഒക്കെ യോഗ്യതയും ഒക്കെ റസൂലുള്ളാഹിക്കുണ്ട്. പക്ഷെ പിന്നെ എന്തുകൊണ്ട് സൗദാ ബീവിയെ തന്നെ റസൂലുള്ള വിവാഹം കഴിച്ചു? അതിനുള്ള കാരണം സൗദാ റളിയല്ലാഹു അൻഹ പണ്ടേ ആദ്യകാലത്തെ ഇസ്ലാം സ്വീകരിച്ച സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സഹാബാക്കളെ പോലെ ആദ്യകാലത്ത് മക്കയിൽ ഒരുപാട് പീഡനങ്ങളും യാതനകളും ഒക്കെ അവർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വന്തം ജനിച്ച നാട് വിട്ടിട്ട് അബിസീനയിലേക്ക് രണ്ടാമത്തെ ഹിജറ സഹാബാക്കൾ പോയ സമയത്ത് ഇവർക്കും സ്വന്തം നാട് വിട്ടിട്ട് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വേറൊരു നാട്ടിൽ കുറെ ത്യാഗം ചെയ്ത് കുറെ നാൾ താമസിച്ചു. അതിനുശേഷം തിരിച്ചു വന്ന പിന്നെയും ത്യാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. പക്ഷെ ഈ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയൊക്കെ സമയത്ത് അവർക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സക്രാൻ ഇബ്നു അംർ എന്ന പേരുള്ള അവരുടെ ഭർത്താവായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, സുഹൈൽ ഇബ്നു അംർ എന്ന് പറഞ്ഞ ഖുറൈശികളിൽപ്പെട്ട പ്രധാനിയായ വലിയ നേതാവായ ഖതീബ് ഖുറൈശികളുടെ ഖതീബ് എന്നറിയപ്പെടുന്ന, ഖുറൈശികളുടെ ശബ്ദം എന്നറിയപ്പെടുന്ന, മക്കം ഫതഹിന്റെ അന്ന് വളരെ പിന്തി മുസ്ലിമായ സുഹൈൽ ഇബ്നു അംർ എന്ന വലിയ നേതാവിന്റെ അനിയനാണ് സക്രാൻ ഇബ്നു അംർ. സുഹൈൽ ഇബ്നു അംർ മക്കം ഫതഹിന്റെ അന്ന് പിന്നെയാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ഈ സക്രാൻ ഇബ്നു അംർ ആദ്യകാലത്ത് തന്നെ തന്റെ ഭാര്യ സൗദാ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ പീഡനങ്ങളുടെയും യാതനകളുടെ ഒക്കെ നടുവിൽ അവർക്ക് വലിയൊരു ആശ്വാസം തന്റെ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡായിരുന്നു, ഭർത്താവായിരുന്നു. കൂടെ ഒരാളുണ്ടല്ലോ, അവരൊന്നിച്ചാണ് ഹിജറ ചെയ്തത്, ഒന്നിച്ചാണ് തിരിച്ചു വന്നത്, ഒക്കെ ചെയ്തു. പക്ഷേ ഈ ഹിജറ 10ാമത്തെ വർഷമൊക്കെ ആയ സമയത്ത് അവരുടെ ഭർത്താവ് പെട്ടെന്ന് ഒരു രോഗം ബാധിച്ച് മരണപ്പെട്ടുപോയി. അപ്പൊ ആ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം നബിതങ്ങളെ പോലെ തന്നെ അവരും ഭയങ്കര ഡിപ്രഷനിലായി, ടെൻഷനിലായി, വേദനയിലായി, ബുദ്ധിമുട്ടിലായി, സഹിക്കാൻ കഴിയാത്ത വിഷമം, എന്നും ബേജാറ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിലേക്ക് ഇതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, റസൂല് വന്നിട്ടുണ്ട്. എന്താ റസൂലിന്റെ പ്രത്യേകത? അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾ കഷ്ടപ്പെടുന്നത് തീരെ സഹിക്കാൻ കഴിയില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് വളരെ ദുസ്സഹമാണ് ആ വ്യക്തിക്ക്. ഹരീസുൻ അലൈക്കും, നിങ്ങളിൽ അത്യാഗ്രഹമുള്ളവനാണ്, നിങ്ങളൊന്ന് നന്നായി കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഭർത്താവ് മരിച്ച ഒരു കുട്ടി ബാധ്യതയായിട്ടുള്ള സൗന്ദര്യത്തിൽ പിന്നോട്ട് നിന്നിരുന്ന സൗദാ ബീവിയെ തന്നെ റസൂലുള്ള വിവാഹം ചെയ്തു എന്നുള്ളതിന് ഉത്തരം ഈ ആയത്തിലുണ്ട്. റസൂലുള്ള ആ സമയത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്നതിന്റെ പേരിലാണ് അടുത്തൊരു വിവാഹം കഴിക്കുന്നതെങ്കിൽ പോലും റസൂലുള്ള ചിന്തിക്കുന്നത്, എന്റെ വിവാഹം കഴിക്കലിലൂടെ ആ സൗദയുടെ വിഷമം കുറച്ച് കുറയുന്നുണ്ടെങ്കിൽ, ആ സൗദക്ക് കുറച്ച് ആശ്വാസമാകുന്നുണ്ടെങ്കിൽ, സൗദയുടെ മനസ്സിന് ഒരു സമാധാനവും ഒരു സഹായവും ആകുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ സൗദ മതി എന്ന് റസൂലുള്ള തീരുമാനിക്കും. സൗദാ ബീവിക്ക് വേണ്ടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചത്. നബിതങ്ങൾക്ക് സുഖം കിട്ടാനല്ല, സൗദാ ബീവിക്ക് ഒരു ആശ്വാസമാകാൻ, ഒരു തണലാകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ ഇങ്ങനെയുള്ള അധ്യാപനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പണ്ഡിതന്മാരെ നമുക്ക് പറയുന്നുണ്ട്, മാ ഉബിദല്ലാഹ ബിഅഫ്ളല മിൻ ജബ്രിൽ ഖവാതിരി വൽ ഖുലൂബ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യപ്പെട്ട ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് ഇങ്ങനെ പൊട്ടിക്കിടക്കുന്ന, വേദനിക്കുന്ന, നൊമ്പരപ്പെടുന്ന ഹൃദയങ്ങൾക്ക് സമാധാന മേഖലയാണ്. അത് വലിയൊരു ഇബാദത്താണ്. നമ്മളെ കൊണ്ട്, നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ ചേർത്ത് പിടിക്കൽ കൊണ്ട്, നമ്മുടെ തലോടൽ കൊണ്ട്, നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ട്, നമ്മുടെ ഒരു സംസാരം കൊണ്ട് ആരുടെങ്കിലും ഒരാളുടെ മനസ്സിന്റെ പൊട്ട് മാറുമെങ്കിൽ, അയാളുടെ മനസ്സിന്റെ ദുഃഖം, നൊമ്പരം അത് മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതിനോളം വലിയ ഇബാദത്തില്ല എന്ന് ഈ ഹദീസും ഈ സംഭവങ്ങളൊക്കെ വെച്ച് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചിരുന്നു.